കരയിൽ കാത്തിരുന്നവരുടെ കണ്ണീര് കണ്ടിട്ടെന്ന പോലെ കുത്തൊഴുക്ക് നിലച്ച് ഗംഗാവലിപ്പുഴ. ആഴ്ചകൾ മുൻപ് വരെ കലങ്ങി മറിഞ്ഞൊഴുകിയ ഗംഗാവലി ശാന്തമായി തെളിഞ്ഞൊഴുകി. കരയിൽ അർജുന്റെ ഉറ്റവരും നാടും കാത്തിരിക്കുകയായിരുന്നു. മണ്ണും ചേറും നിറഞ്ഞ ലോറിയുടെ അവശിഷ്ടങ്ങൾ പുഴയ്ക്ക് മുകളിലേക്ക് ഉയർന്നു വന്നു. പുഴയോരത്തും ഇങ്ങ് ദൂരെ കണ്ണാടിക്കലിലും അർജുനെ കാത്തിരുന്നവർക്ക് മുന്നിൽ ചേതനയേറ്റ ശരീരം ഗംഗാവലി തിരികെ നൽകി. എഴുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പ്, 72 ദിവസത്തെ ജീവിക്കുന്ന ഓർമ്മ. പ്രിയപ്പെട്ട അർജുൻ ജീവന്റെ തുടിപ്പുമായി തിരികെ വരില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോഴും പുഞ്ചിരിച്ചോടിയെത്തുന്ന അർജുനെ ഈ നാട് സ്വപ്നം കണ്ടിരുന്നു. കണ്ണീരകലാത്ത ദിവസങ്ങൾ കോർത്തുവെച്ച് അച്ഛനും അമ്മയും ഭാര്യയും മകനും സഹോദരിയും സഹോദരനും എല്ലാവരും കാത്തിരിപ്പിലായി. ഉടമയും തൊഴിലാളിയും ബന്ധത്തിനപ്പുറം ഒരു സഹോദരനെ പോലെ ചേർത്തു പിടിക്കാൻ മനാഫ് ഈ ദിവസങ്ങൾ അത്രയും ഗംഗാവലിപ്പുഴയുടെ കരയിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അന്റാർട്ടിക്ക കടലിൻ്റെ അടിയിൽ പോയാലും മനസ്സ് നമുക്ക് ആരായാലും ഓനെ തിരിച്ചു പിടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പിടിക്കാൻ കഴിയും. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. ഞങ്ങളുടെ അനിയനെ അർജുനെന്ന് ഞാൻ ഒരിക്കലും അവനെ വിളിച്ചില്ല. എൻ്റെ കുട്ടനാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കുട്ടനാണ്. ഞങ്ങളെല്ലാവരും കുട്ടാനാണ് വിളിച്ചത്. കുട്ടന് ഞങ്ങളെ കൂടല്ല. പക്ഷെ അവിടെ ഇട്ട് പോരാൻ ഞങ്ങൾക്ക് പറ്റില്ല.